42-ാം മിനിറ്റിൽ ഫെഡറിക്കോ വെൽവെർഡെ തന്റെ മൂന്നാം ഗോൾ നേടിയതിന് പിന്നാലെ ക്യാമറ നേരെ മാഞ്ചസ്റ്റർ സിറ്റി ഡഗൌട്ടിലേക്ക് തിരിഞ്ഞു. അവിശ്വസനീയമായ എന്തോ ഒന്ന് കണ്ട പ്രതീതിയിൽ പെപ് ഗാർഡിയോളയും യായാ ടൂറയും എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിരാശ കൊണ്ട് തല കുമ്പിട്ട് പാതി തകർന്ന മനസ്സുമായി. എംബാപ്പെ ഇല്ലാത്ത, റോഡ്രിഗോയും ബെല്ലിംഗ്ഹാമും ഇല്ലാത്ത റയൽ വിനീഷ്യസ് എന്ന ഒറ്റയാളുടെ കരുത്തിലായിരിക്കും തങ്ങൾക്കെതിരെ ഇറങ്ങുക എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അവരതിന് ഒരുങ്ങിയുമാണ് വന്നത്. പക്ഷേ ഇന്നലെ ബെർണബ്യൂവിന്റെ മേലാകാശത്ത് വട്ടമിട്ട് പറന്നൊരു പരുന്ത് അവരുടെ മോഹങ്ങളൊക്കെയും കൊത്തിവലിച്ചു കീറി. അവൻ്റെ പേര് ഫെഡറിക്കോ സാന്റിയാഗോ വൽവെർഡെ. എംബാപ്പെ ഇല്ലാത്ത നിരയിൽ ഗോൺസാലോ ഗാർഷ്യ സ്റ്റാർട്ടറാവുമെന്ന് കരുതിയെടുത്ത് അർദ്ധ ഗുള്ളറിനെ സ്ട്രൈക്കറാക്കി ഇറക്കി അർബലോവ ആദ്യ ഞെട്ടിക്കൽ നടത്തി. വിനിയും ബ്രഹീമും ഇരുവിങ്കിലും ഇറങ്ങിയപ്പോൾ വൽവെർഡെ, ഷൗമിനി, തിയാഗോ പിറ്റാർസ് ത്രയമായിരുന്നു മിഡ്ഫീൽഡിൽ. റയലിൻ്റെ വിനി ഓറിയന്റഡ് ടാക്ടിക്സ് പൊളിക്കാൻ ബ്ലൂ പ്രിന്റുമായി എത്തിയ പെപ്പ് പക്ഷേ ഗ്രൗണ്ടിൽ കണ്ടത് മറ്റൊന്നായിരുന്നു. കിക്ക് ഓഫ് മുതൽ ഓരോ സെക്കൻഡും അറ്റാക്കിംഗ് ഇൻറ്റൻറ്റിൽ മാത്രം കളിക്കുന്ന പുത്തനൊരു റയലിനെ. ആളറിഞ്ഞ് കളമറിഞ്ഞ് പദ്ധതി ഒരുക്കാൻ താനും പഠിച്ചുവെന്ന് അൽവാരോ അർബലോവ പറയാതെ പറഞ്ഞ നിമിഷങ്ങൾ. തൻ്റെ പരിശീലക കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷക്കായിരുന്നു അർബലോ ഇന്നലെ ബെർണബ്യൂവിലെത്തിയത്. ചാമ്പ്യൻസ് ലീഗിലെ നോക്കൌട്ട് മാച്ചിൽ സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ സിറ്റിക്കെതിരായ മത്സരത്തിന്. സകല മാച്ച് പ്രഡിക്റ്ററുകളും ഫുട്ബോൾ പണ്ഡിറ്റുകളും തനിക്കെതിരെ തിരിഞ്ഞിട്ടും അയാൾ ഒരു തരിമ്പും പതറിയില്ല. ഒന്നാം റാങ്കിൽ തന്നെ ആ പരീക്ഷ പാസ്സായി അയാൾ ലോകത്തിന് മുന്നിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഫുട്ബോൾ ഈസ് നോട്ട് അബൌട്ട് പ്രഡിക്ഷൻ ഓഫ് ദ ഫീൽഡ് ബട്ട് പെർഫെക്ഷൻ ഓൺ ദ ഫീൽഡ്. റയൽ അറ്റാക്കർമാരുടെ പേസിനൊപ്പം മാച്ച് ചെയ്യുക എന്നത് സിറ്റി ഡിഫൻഡർമാർക്ക് വലിയ പ്രയാസമായിരുന്നു. വിനിയും ബ്രഹീമും എല്ലാം അത് മുതലെടുത്ത് പലതവണ സിറ്റി ബോക്സ് വരെ എത്തി. മറുപുറത്ത് ഡോക്കുയിലൂടെയും സെമനിലൂടെയും സിറ്റി നടത്തിയ നീക്കങ്ങളാകട്ടെ റയൽ ഡിഫൻഡർമാർ നിഷ്പ്രയാസം തടുത്തിട്ടു. സിറ്റി താരങ്ങളുടെ കാലിൽ പന്ത് കിട്ടിയാൽ അയാളെ ഡബിൾ മാർക്കിംഗ് ചെയ്യുക എന്ന അർബലോയുടെ ടാക്ടിക്സിൻ്റെ വിജയം കൂടിയായിരുന്നു അത്. 21-ാം മിനിറ്റിൽ മത്സരത്തിൽ ആദ്യ ഗോൾ വന്നു. സ്വന്തം ബോക്സിൽ നിന്നും തിബോ കോർട്ടോയ്സ് നീട്ടിയടിച്ച പന്ത് സിറ്റി ഹാഫിൽ ചെന്ന് വീഴുമ്പോൾ നിക്കോ റെയിലിക്ക് പിറകിലുള്ള ബ്ലൈൻഡ് സ്പോട്ടിൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു വെൽവെർഡെ. ഫസ്റ്റ് ടച്ചിൽ തന്നെ റെയിലിയെ മറികടന്ന താരം സിറ്റി ഗോൾമുഖത്തേക്ക് കുതിക്കുമ്പോൾ ഡോണറുമ ബോക്സിൻ്റെ എഡ്ജിലേക്ക് ഓടിയെത്തി. സെക്കൻഡ് ടച്ചിൽ ഡോണറുമയും കബളിപ്പിച്ച് മുന്നേറിയ വെൽവെർഡേക്ക് ഒഴിഞ്ഞു കിടന്ന പോസ്റ്റിലേക്ക് വന്ന് തിരിച്ചുവിടേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ഗോളിനൊപ്പം ബെർണബ്യൂ ഗാലറി ഒന്നാകെ ആവേശക്കടലായി. സീസണിലെ കോർട്ടോയ്സിൻ്റെ 2ാം അസിസ്റ്റാണിത്. ഇതോടെ 3 അസിസ്റ്റുകളുമായി ചാമ്പ്യൻസ് ലീഗിലെ സർവ്വകാല ഗോൾ കീപ്പർ അസിസ്റ്റർമാരുടെ പട്ടികയിൽ തീബോ 1ാം സ്ഥാനത്തേക്ക് കയറി. അധികം വൈകാതെ 2ാം ഗോൾ വന്നു. ഇക്കുറി ഇടതുവിങ്ങിലൂടെ വിനീഷ്യസാണ് ഗോളിന് വഴിയൊരുക്കിയത്. സിറ്റിയുടെ 5 താരങ്ങളുടെ ഒത്ത നടുവിൽ നിന്ന് വിനീഷ്യസ് മുന്നിലേക്കൊരു പാസ് നീട്ടി. ഒരു വേള റൂബൻ ഡയസിൻ്റെ കാലിൽ കുരുങ്ങിയെന്ന് തോന്നിച്ചെങ്കിലും പന്ത് നേരെ പോയത് സിറ്റി ബോക്സ് ലക്ഷ്യമാക്കി ഓടിയ വൽവെർഡെയുടെ കാലിലേക്ക്. മാർഗോയെയും റെയിലിയെയും സാക്ഷിയാക്കി വൽവെർഡെയുടെ ഇടങ്കാലൻ ഷോട്ട് ഡോണറുമയെ മറികടന്ന് വലയിലേക്ക് കയറി. തൻ്റെ 31-ാം ചാമ്പ്യൻസ് ലീഗ് അസിസ്റ്റ് നൽകിയ വിനി ടൂർണമെൻറ്റിലെ റയലിൻ്റെ എക്കാലത്തെയും മികച്ച അസിസ്റ്ററായി മാറി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലുള്ള റെക്കോർഡാണ് താരം ഇന്നലെ മറികടന്നത്. ക്ലോക്കിൽ അരമണിക്കൂർ തികയും മുമ്പേ റയൽ 2 ഗോളിന് ലീഡെടുക്കുന്നു. രണ്ടും നേടിയത് അവരുടെ നായകൻ ഫെഡറിക്കോ വെൽവെർഡെയും. ഇന്നുവരെ കാണാത്ത ആർജവത്തിൽ പന്ത് തട്ടുന്ന തങ്ങളുടെ ടീമിനെ ബെർണബ്യൂ ഗാലറി ആവോളം കൈയടികൾ കൊണ്ട് മൂടി. ഹലാ മാഡ്രിഡ് ഗാനം കൊണ്ട് പൊതിഞ്ഞു. ഒരൊറ്റ നിമിഷം പോലും അടങ്ങിയിരിക്കാതെ അവർ ഒന്നാകെ ആനന്ദ നൃത്തം ചവിട്ടി. ഗ്രൗണ്ടിലെ താരങ്ങളും ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നില്ല. നിരന്തരം സിറ്റി ഡിഫൻസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഗ്വേഹിയും കുസനവും റൂബൻ ഡയാസും റെയിലിയും എല്ലാം ഗ്രൗണ്ടിൽ വട്ടം കറങ്ങി. മിഡ്ഫീൽഡിലെ റോഡ്രി ബെർണാഡോ സിൽവ കോമ്പിനേഷൻ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിന്നു. ഒടുവിൽ 42-ാം മിനിറ്റിൽ മത്സരത്തിലെ ഐക്കോണിക് മൊമെൻറ്റും ഗോളും പിറന്നു. പിറ്റാർസിൽ നിന്നും പാസ് സ്വീകരിച്ച ബ്രഹീം 4 സിറ്റി താരങ്ങൾ നോക്കിയിരിക്കെ പന്ത് ചിപ്പ് ചെയ്യുന്നു. ഇതേസമയം റോഡ്രിയുടെ പിറകിലൂടെ ബോക്സിലേക്ക് കടന്ന വെൽവെർഡെ ഒറ്റ ടച്ചിൽ ഗ്വേഹിയെ ബീറ്റ് ചെയ്ത ശേഷം പന്ത് നിലം തൊടും മുമ്പേ പോസ്റ്റിൻ്റെ ഇടതുമൂലയിലേക്ക് അടിച്ചിറക്കി. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായ ആ ഗോൾ കണ്ടു നിൽക്കാനേ ഡോണറുമുക്ക് വിധിയുണ്ടായിരുന്നുള്ളൂ. ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഹാട്രിക്ക്, അതും ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ. 16 വർഷങ്ങൾക്ക് മുമ്പ് ആർസനലിനെതിരെ മെസ്സി നേടിയതിനു ശേഷം ആ നേട്ടത്തിലേക്കെത്തുന്ന ആദ്യ താരമായി വൽവെർഡെ മാറി. ആപത്ഘട്ടങ്ങളിൽ യഥാർത്ഥ നായകന്മാർ പിറവികൊള്ളുമെന്നത് സത്യമാണെന്ന് വൽവെർഡെ ഒരിക്കൽ കൂടി തെളിയിച്ചു. 3 ഗോളിൻ്റെ സുരക്ഷിതമായ ലീഡിലെത്തിയിട്ടും 2ാം പകുതിയിൽ റയൽ അടങ്ങിയിരുന്നതേയില്ല. ബ്രഹീം ഡിയാസിലൂടെ അവർ 2ാം പകുതിയിൽ ആദ്യ അറ്റാക്ക് നടത്തി. സെക്കൻഡ് പോസ്റ്റിലേക്ക് തൂങ്ങിയിറങ്ങിയ റെയിൻഡിയേഴ്സിൻ്റെ കോർണറിലൂടെ ഗോൾ മടക്കാൻ റയലിക്ക് ഒരു അവസരം കിട്ടിയെങ്കിലും താരത്തിന് പിഴച്ചു. പിന്നാലെ പെനാൽറ്റിയുടെ രൂപത്തിൽ റയലിന് അടുത്ത അവസരം ലഭിച്ചു. ബോക്സിനുള്ളിൽ തന്നെ ഡോണറുമ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി വിനി തന്നെയാണ് എടുത്തത്. പക്ഷേ പെർഫെക്റ്റ് ടൈമിങ്ങിൻ്റെ ബലത്തിൽ ഡോണറുമ അത് വലയിലെത്താതെ കാത്തു. അപ്പുറത്ത് സിറ്റിക്ക് കിട്ടിയ അവസരങ്ങളേറെയും റയൽ ഡിഫൻസിൽ തട്ടിത്തെറിച്ചു. അതിനപ്പുറം കടന്നത് തിബോ കോർട്ടോയ്സിനെ താണ്ടിയതുമില്ല. ഹാട്രിക്കുമായി വൽവെർഡെ മത്സരത്തിലെ ഹീറോ ആയി. പക്ഷേ ഗോൾ ബാറിന് കീഴിൽ തിബോ കോർട്ടോയ്സ് അല്ലായിരുന്നെങ്കിൽ മത്സരഫലം ഇങ്ങനെ ആവില്ലായിരുന്നു. സിറ്റി ഗോളം നിർമ്മിച്ച ഒരുപിടി ഷോട്ടുകളും റെയിൻഡിയേഴ്സ് എടുത്ത് എണ്ണം പറഞ്ഞ കോർണറുകളും തിബോ സുരക്ഷിതമായി കൈകളിൽ ഒതുക്കി. ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ സ്റ്റാർട്ടിൽ പിറ്റാർസ് തൻ്റെ ക്ലാസ് തെളിയിച്ചു. റയൽ മിഡ്ഫീൽഡിലെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റായി താരം വളരുന്നതാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചിരുന്നത്. ആദ്യപാദം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നാണ് മത്സരശേഷം ഡോണറുമ നടത്തിയ പ്രതികരണം.
രണ്ടാം പദത്തിന് തങ്ങൾ ഇന്നു മുതൽ ഒരുങ്ങുന്നുവെന്ന് റയൽ പരിശീലകൻ അർബലോവയും പറഞ്ഞു വെച്ചു. ഗാലറിയിൽ ഇരുന്നുള്ള എംബാപ്പയുടെ ആഘോഷവും ആശുപത്രി കിടക്കയിൽ ഇരുന്നുള്ള റോഡ്രിയുടെ സെലിബ്രേഷനുമെല്ലാം ഈ വിജയം റയലിന് നൽകുന്ന ഊർജ്ജത്തെയാണ് കാണിക്കുന്നത്. റയലിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ തോൽവി എന്ന ഭാരവുമായാണ് പെപ്പ് എത്തിഹാദിലെ രണ്ടാം പദത്തിന് കാത്തിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ 3 ഗോളിൻ്റെ ലീഡിനൊക്കെ ഒരു 100ൻ്റെ ബലമേ ഉള്ളൂ. ഒരൊറ്റൊരാൾ മനസ്സറിഞ്ഞിറങ്ങിയാൽ പൊട്ടാവുന്ന ബലം. അത് അർബലോക്കും അതിലപ്പുറം പെപ്പിനും നന്നായി തന്നെ അറിയാം. ഒരു അൾട്ടിമേറ്റ് കംബാക്ക് സിറ്റിയെ എത്തിഹാദിൽ കാത്തിരിക്കുന്നുണ്ടോ? അതോ വീണ്ടും സിറ്റിക്ക് മേൽ ജയവുമായി റയൽ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമോ? ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.